സ്ത്രീയുടെ അലങ്കാരത്തിൽ ഒരു ചെറിയ ആഭരണം മാത്രമല്ല മൂക്കൂത്തി. മൂക്കൂത്തി ധരിക്കുന്നത് സൗഭാഗ്യത്തിൻ്റെ അടയാളമാണ്. അത് സമൃദ്ധിയുടെയും സ്ത്രീശക്തിയുടെയും ദൈവിക സംരക്ഷണത്തിൻ്റെയും പ്രതീകമാണ്. ഭാരതീയ സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് ദേവി ആരാധനയിൽ, മൂക്കൂത്തി ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പാർവതി ദേവി, മീനാക്ഷിയമ്മൻ, കാമാക്ഷി, മാരിയമ്മൻ ഇവരുടെ വിഗ്രഹങ്ങളിൽ മൂക്കൂത്തി ദിവ്യമായൊരു പ്രകാശമായി തിളങ്ങുന്നു. ആയുർവേദ വിശ്വാസപ്രകാരം ഇടത് നാസികയിൽ മൂക്കൂത്തി ഇടുന്നത് സ്ത്രീയുടെ ആരോഗ്യത്തിനും ഗുണകരമാണെന്ന് പറയുന്നു. അത് സ്ത്രീയുടെ ഗർഭാശയവുമായി ബന്ധപ്പെട്ട ഒരു എനർജി പോയിന്റ് ആണെന്നും അതുകൊണ്ട് മാസവേദന കുറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. ഇത് ശാസ്ത്രീയമായി പൂർണ്ണമായി തെളിഞ്ഞിട്ടില്ല. ഇത് പഴമക്കാരുടെ വിശ്വാസമാണ്. കന്യാകുമാരി ദേവിയും മൂക്കൂത്തിയുമായി ബന്ധപ്പെട്ട ഒരു അതിമനോഹരമായ കഥ ദക്ഷിണേന്ത്യയിൽ പ്രസിദ്ധമാണ്. ശിവഭഗവാനെ വിവാഹം ചെയ്യാനായി ദേവി കടുത്ത തപസ് ചെയ്തു. എന്നാൽ വിവാഹം നടക്കാതെ പോയതോടെ ദേവി നിത്യകന്യകയായി തുടരുകയാണെന്ന് പുരാണ കഥ പറയുന്നു. കന്യാകുമാരി ദേവിയുടെ മുഖത്ത് തിളങ്ങുന്ന ആ വജ്ര മൂക്കൂത്തി ഒരു അത്ഭുതമാണ്. വിശ്വാസപ്രകാരം ദേവിയുടെ മൂക്കൂത്തിയിലെ വജ്രം അതീവ പ്രകാശത്തോടെ ദീപ്തമായി തിളങ്ങുമായിരുന്നു. കടൽമാർഗം സഞ്ചരിച്ചിരുന്ന കപ്പലുകൾ പോലും ആ ദീപ്തിയെ ദൂരെയുള്ള ലൈറ്റ് ഹൗസിന്റെ വെളിച്ചമെന്ന് തെറ്റിദ്ധരിച്ചതായി പറയുന്നു. ചിലപ്പോൾ ആ പ്രകാശം കടൽ യാത്രക്കാരെ വഴിതെറ്റിക്കുമെന്ന് പോലും വിശ്വസിച്ചു. അതുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ വാതിൽ പതിവായി അടച്ചു വയ്ക്കുന്നതെന്ന് പുരാതന വിശ്വാസങ്ങൾ പറയുന്നു. പക്ഷേ ഭക്തർക്കായി ആ മൂക്കൂത്തിയുടെ പ്രകാശം വഴിതെറ്റിക്കുന്നതല്ല. കന്യാകുമാരി ദേവിയുടെ മൂക്കൂത്തി പ്രതിനിധീകരിക്കുന്നത് ശുദ്ധിയും കന്യത്വവും ദിവ്യസ്ത്രീ ശക്തിയും ഭക്തർക്കുള്ള സംരക്ഷണവുമാണ്. മൂക്കൂത്തി ഒരു അലങ്കാരം മാത്രമല്ല, തലമുറകൾ കൈമാറിയൊരു വിശ്വാസത്തിൻ്റെ അടയാളമാണ്.